കാര്യം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പാർട്ടിക്കകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. പുനഃസംഘടന കഴിഞ്ഞപ്പോൾ തന്നെ പാർട്ടി തിരിച്ചു വരുന്ന UDF തിരിച്ചു വരുന്ന ഒരു അന്തരീക്ഷം സംജാതമായിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഇടതുമുന്നണിയെ മടുത്തിരിക്കുന്നു. ഇനിയും UDFന്റെ വസന്തകാലമാണ്. ആ വസന്തകാലത്തിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായ പുനഃസംഘടനയാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തകരും നേതാക്കളും ഒരു മനസ്സോടെ മുന്നോട്ട് പോകും, ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ മുന്നോട്ട് പോകും. ചില ആളുകൾക്ക് കോൺഗ്രസിൽ പ്രശ്നം ഉണ്ടാകണമെന്നുള്ള അജണ്ടയുള്ളവരുണ്ട്. അതാരാണെന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 3 ദിവസമായി ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ് KPCCക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്കറിയാതെ ആർക്കാണ് താല്പര്യമെന്ന്. ആ വെള്ളം അങ്ങ് വാങ്ങിയാൽ മതി. കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പാർട്ടിക്കകത്ത് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഞങ്ങളുടെ ലക്ഷ്യം UDF തിരിച്ചു വരിക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിൻ്റെ പാതയിലായിരിക്കും എല്ലാ നേതാക്കളും പ്രവർത്തകരും മുന്നോട്ട് പോകും. ഇപ്പോൾ നടക്കുന്ന ചർച്ച ഈ പുനഃസംഘടനയ്ക്ക് മുമ്പ് നടത്തിയിരുന്നെങ്കിൽ ഗുണകരമായാണ്. അപ്പോൾ അതിൽ ഒരു കാര്യമില്ലേ? അതൊരു പാസ്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒരു അഭിപ്രായ വ്യത്യാസവും പാർട്ടിക്കകത്തില്ല. എല്ലാവരും ഒരുമിച്ച്, എല്ലാ പ്രവർത്തകരും ജനങ്ങളും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്. മുരളീധരനാണ് പറഞ്ഞത് ഈ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഭാരവാഹികളായി വരുന്നതിൽ ന്യൂനതയുണ്ട് എന്ന് അങ്ങയുടെ പാർട്ടി നേതാവായിട്ടുള്ള മുരളീധരൻ. അല്ല, അതല്ല, ഇപ്പം അത്ര അഭിപ്രായങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് UDF തിരിച്ചു വരണമെന്നാണ്. അതിനെന്താ വേണ്ടത്? കോൺഗ്രസിൽ ഐക്യമാണ്. അതിനനുസരിച്ചാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എല്ലാവരുമായി സംസാരിച്ച്, രാഹുൽ ഗാന്ധി തന്നെ എല്ലാവരുമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ തീരുമാനത്തോടെ ഞങ്ങളെല്ലാം മുന്നോട്ട് പോകും, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. പാർട്ടിക്കകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില രാഷ്ട്രീയ താല്പര്യമുള്ള മാധ്യമങ്ങൾ ശ്രമിക്കുന്നതിനകത്ത് ആരും വീഴരുത് എന്ന് മാത്രമേ എനിക്ക് പറയുന്നു. ഈ 4 മുൻ KPCC പ്രസിഡന്റുമാരാണ് ഇന്നത്തെ ചർച്ചയിൽ വിട്ടത്. അതൊക്കെ എല്ലാവർക്കും ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതത്ര അങ്ങനെ കൂട്ടിയാൽ മതി. അതുകൊണ്ട് പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ആരും പറയാം. ഒരു മുൻ KPCC പ്രസിഡന്റും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരാണ് വിറ്റതെന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പം എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ല. ഇതാണ് സത്യം. പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് 100 സീറ്റില്ല. അദ്ദേഹം ഒന്ന് പറഞ്ഞു കിട്ടിയാൽ മതി. പിണറായി വിജയൻ ഇറങ്ങി ജനങ്ങളോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളുടെ വിജയം ഉറപ്പായി. പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ വിജയം ഉറപ്പായി. കാരണം ജനങ്ങൾ ഇത്രമാത്രം വെറുക്കുന്ന ഒരു ഗവൺമെൻറ്റില്ല. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു മുഖ്യമന്ത്രിയായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുക. ഇനിയൊരവസരം ഇടതു മുന്നണിക്ക് കൊടുത്താൽ ഈ നാട് നശിക്കും, പാർട്ടി നശിക്കും എന്ന് പാർട്ടിക്കാരും വിശ്വസിക്കുന്ന ഒരു കാരണം. അതുകൊണ്ട് തന്നെ UDFന് അനുകൂലമായി തന്നെ കാര്യങ്ങൾ വരും. തന്നെയുമല്ല, ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനങ്ങളുമായിട്ടായിരിക്കും വരും ദിവസങ്ങളിൽ ജനങ്ങളെ സമീപിക്കാൻ പോകുന്നത്. ആൻറ്റി ഇൻകംബൻസി മാത്രമല്ല, ഞങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യുന്ന പോസിറ്റീവായ കാര്യങ്ങൾ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പിനെ ചെയ്യാത്തൊരു 9 വർഷമായി എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ഏതെങ്കിലും ഒരു നേട്ടം പറയാനുണ്ടോ? ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പാക്കിയെന്നോ തുടങ്ങിയെന്നോ പറയാൻ കഴിയുന്നുണ്ടോ? ഒന്നുമില്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. കേരളത്തെ ചെറുപ്പക്കാർ തൊഴിലില്ലായ്മ കൊണ്ട് നഷ്ടം തിരിയാണ്. എന്ത് ചെയ്ത് ഈ ഗവൺമെൻറ് 2 ലക്ഷം പാർട്ടിക്കാർക്ക് പിൻവാതിലൂടെ നിയമനം കൊടുത്തുകൊണ്ടുള്ളതല്ലാതെ സാധാരണ പാർട്ടിക്കാരല്ലാത്ത ഒരാൾക്ക് പോലും ജോലി കൊടുക്കാൻ ഈ ഗവൺമെൻറ്. തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതൊന്നും പരിഹരിക്കാതെ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തെ അദ്ദേഹം എല്ലാ ജില്ലകളിലും പോയി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതൊന്നും ഇവിടെ വിലപ്പോകാൻ പോകുന്നു. താങ്കൾ പ്രസംഗത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, ആൾക്കാർക്ക് ഇതിൽ കുറവുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ്. പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് 5 രൂപ കൂട്ടുന്നതാണല്ലോ പ്രയാസം. PSC മെമ്പർമാർക്ക് 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നവരാണ്. അവർക്ക് എന്തിനാണ് പെൻഷൻ കൊടുക്കുന്നത്? ഇപ്പം അതാണ് ഏറ്റവും വലിയ ആവശ്യം, അതാണ് അത്യാവശ്യം. പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് 5 രൂപ കൂട്ടി കൊടുക്കാൻ തയ്യാറല്ല. PSC മെമ്പർമാർക്ക് പുതിയ കാറ് വാങ്ങിച്ചു കൊടുക്കാം, അവരുടെ എണ്ണം വർദ്ധിപ്പിക്കാം, അവർക്ക് പെൻഷൻ കൊടുക്കാം. അതാണ് ഏറ്റവും വലിയ ആവശ്യം.
ഇതാണ് ഞാൻ പറഞ്ഞത്. നാട്ടിലെ ജനങ്ങൾക്കോ പാവങ്ങൾക്കോ സാധാരണക്കാർക്കോ ഈ സർക്കാരിൽ നിന്നൊരു പ്രയോജനമില്ല. ഈ കഴിഞ്ഞ കേരളത്തിലെ 14% വരുന്ന പട്ടികജാതിക്കാരായ ആളുകൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയും വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല. CPM കൊടുക്കും. ഇന്നൊരു പട്ടികജാതി മന്ത്രി പോലും ഈ സംസ്ഥാനത്തില്ല. 14% പട്ടികജാതിക്കാർക്ക് ഒരു മന്ത്രി ഇല്ലാത്ത ആദ്യത്തെ ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. UDF ഗവൺമെൻറ് കാലത്ത് പട്ടികജാതിക്കാർക്ക് മന്ത്രി ഉണ്ടായിരുന്നു, പട്ടിക വർഗത്തിൽപ്പെട്ട ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ പൊതുവായ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ 14% വരുന്ന പട്ടികജാതി വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകണം. അതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. പാർട്ടിക്കകത്ത് അതിൻ്റെ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. കെ. സുധാകരൻ പ്രസിഡന്റായിരുന്ന കാലഘട്ടങ്ങളിൽ മണ്ഡലങ്ങളിലും ബ്ലോക്കുകളിലും ജില്ലയിലുമൊക്കെ അതിനുള്ള പട്ടികജാതിക്കാർക്ക് പ്രാതിനിധ്യം കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് പര്യാപ്തമല്ല, ഇനിയും വേണം. ഇനി അവർക്ക് അവസരം കൊടുക്കണം. പക്ഷേ പട്ടികജാതിക്കാർക്ക് ഒരവസരവും കൊടുക്കാത്ത പാർട്ടി CPM ആണ്. അവരുടെ വോട്ട് മാത്രം മതി. അവർക്ക് മന്ത്രി പോലും കൊടുക്കാത്ത ഗവൺമെൻറ് അവരാണ്. അത് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിനെ പോലെ യോഗ്യരായ ആളുകൾ ആരും വിമർശിക്കുന്നത്? നിങ്ങളന്ന് വിമർശിക്കാമെന്ന് വെച്ചാൽ ആരും വിമർശിച്ചു.